ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയ ഗോപിനാഥ് സാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ അബ്ദുൽ സലാം സാർ, ശ്രീ ജി കെ സുരേഷ് ബാബു, നന്ദേട്ടൻ, ശ്രീ രാജേന്ദ്രൻ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ അവസരോചിതമായ ഒരു ഗ്രന്ഥമാണ് ഹരിയേട്ടൻ്റെ നന്ദേട്ടൻ്റെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകം. ഈ പുസ്തകം നേരത്തെ നന്ദേട്ടൻ പുറത്തിറക്കിയ ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിൻ്റെ മലയാള രൂപമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം ഞാനിപ്പോൾ ഇവിടെയാണ് കണ്ടത്. ഈ പുസ്തകം ഒരു അവസരോചിതമായ സംരംഭമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇപ്പോൾ 77 വർഷം പിന്നിട്ടു. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയ്ക്ക് 75 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. ഇപ്പോഴും നമുക്ക് ഈ സ്വത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി. സ്വത്വത്തെക്കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആത്മാവായിരുന്നു. സ്വാതന്ത്ര്യം തന്നെ ആ സ്വത്വത്തെ സ്ഥാപിക്കാനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആദ്യകാലങ്ങളിലുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും നമുക്കറിയാം സ്വരാജ്യവും സ്വധർമ്മവും. ഈ സ്വധർമ്മം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. ആ സ്വധർമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സ്വത്വവും ഇരിക്കുന്നത്. അപ്പോൾ ഇത് എക്കാലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഭാരതം കൊളോണിയൽ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾ. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഇവിടെ 567ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ 567 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചാണ് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കിയത്. കാശ്മീർ ഉൾപ്പെടെ ഇപ്പോൾ സമ്പൂർണമായി നമ്മുടെ ഭാരതത്തോട് ലയിച്ചു. പക്ഷേ ഭാരതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ 47 വെട്ടിമുറിക്കപ്പെട്ടു. അതിപ്പോൾ പാകിസ്ഥാനായും അതുപോലെ ബംഗ്ലാദേശായും പാക് ഒക്കുപ്പൈഡ് കാശ്മീരായിട്ടും ഒക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഓരോ കോണിലൂടെ നമുക്കറിയാം, ബംഗാളിലാണ് ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ അധിനിവേശം സംഭവിച്ചത്. അപ്പോൾ ഓരോ പ്രദേശത്തും അവരധിനിവേശം സാധ്യമാക്കിയത് നിരന്തരമായ ചെറുത്തുനിൽപ്പുകളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ പറയാറുണ്ട്, അന്ന് ഭാരതം എന്നുള്ള ഒരു വികാരമുണ്ടായിരുന്നില്ല, ആസാദ് ഹിമാലയം ഭാരതം എന്നുള്ളൊരു വികാരമുണ്ടായിരുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതിലർത്ഥമില്ല. കാരണം നമ്മൾ ഒരു രാജ്യം, ഒറ്റ ജനത, ഒറ്റ സംസ്കാരം, ഒരുപാട് ഭരണ രീതികൾ. യഥാർത്ഥത്തിൽ നമ്മളുടേത് നിരവധി ഭരണകൂടങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ സ്പിരിറ്റാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഫെഡറലിസം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അത് തന്നെയാണ്. ഈ വലിയ രാജ്യത്തെ ഭരിക്കുന്നതിന് പഴയ കാലത്ത് നമുക്കൊരു ചക്രവർത്തി സങ്കല്പമാണുള്ളത്. ആ കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ മേൽ അധീശത്വമുള്ള അല്ലെങ്കിൽ ഉപരി അധികാരമുള്ള ധാർമ്മികമായ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അതാണ് ചക്രവർത്തി. ദൈനംദിന രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും അവർ ഇടപെട്ടിരുന്നില്ല.
ഇടപെടേണ്ട ആവശ്യവുമില്ല. പക്ഷെ അടിസ്ഥാനപരമായി രാജ്യത്തിൻ്റെ സാംസ്കാരികമായ സ്വത്വത്തെ, സാംസ്കാരികമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവർ ഇടപെടും. അത് നമുക്ക് 15, 16, 17 നൂറ്റാണ്ടുകളിൽ പോലും സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യം തിരുവിതാംകൂറിൽ ഇവിടെ കടൽ തീരങ്ങളിൽ ഹിന്ദുക്കളെ കൂട്ടം കൂട്ടമായി മതം മാറ്റുന്നതിൽ യാതൊരു ഇടപെടലും നടത്താത്ത തിരുവിതാംകൂറിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ അവർ വന്നിട്ടുള്ള വീഴ്ചയ്ക്കെതിരായിട്ട് അന്ന് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു ആക്രമണം തിരുവിതാംകൂറിൽ ഉണ്ടായി എന്ന് ചരിത്രത്തിലെ പരാമർശങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആപത്ഘട്ടങ്ങളിൽ മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഈ നിരവധി ഭരണകൂടങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് ദേശീയബോധമില്ലെന്ന അർത്ഥം അല്ല. അവർ പോരാടിയത്, ഇപ്പം നമ്മുടെ വേലുത്തമ്പി ദളവയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, അവർ പോരാടുന്നത് സ്വരാജ്യത്തിനും സ്വധർമ്മത്തിനും വേണ്ടിയിട്ടാണ്. സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയമായ ജീവിത ശൈലിയാണ്, നമ്മുടെ ദേശീയ ജീവിത രീതിയാണ്. അതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം, ഇത് മൂന്നും ചേരുന്നതാണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത്. ഒപ്പം നമ്മുടെ ജിയോഗ്രഫി. അപ്പോൾ ആസേതു ഹിമാചലം ഭാരതം ഒന്നാക്കി നിർത്തിയത്, ഒന്നായി നിലനിന്നത് ഈ ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നമ്മുടെ ഭൂപ്രകൃതിയുടെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇന്നും നാളെയുമല്ല നിന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് 500 വർഷത്തെ പാരമ്പര്യമുള്ളൂ. ഇപ്പം നമുക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? 5000-ഓ അതിനപ്പുറത്തോ സുദീർഘമായ ഒരു പാരമ്പര്യമുണ്ട്. ഈ കാലം അത്രയും നമ്മളിങ്ങനെ സുഗമമായി പോയതല്ല. ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാഹ്യമായ ആക്രമണങ്ങൾ മാത്രമല്ല, ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള വെല്ലുവിളികളെ കലാകാലങ്ങളിൽ അതിവർത്തിച്ച് ഈ ദേശീയ ജീവിത പ്രവാഹത്തെ മുന്നോട്ട് നയിച്ചതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഈ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ശീർഷകത്തിൽ ഈ പോരാട്ടം, സ്ട്രഗിൾ എന്ന പ്രയോഗം വളരെ അർത്ഥവത്താണ്. കാരണം ഈ സംസ്കാരം 5000-ഓ 10000-ഓ വർഷമോ നിലനിന്നത് സബോധമായ അതാത് കാലത്ത് ഉയർന്നു വരുന്ന സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ ഒരു സർഗാത്മകമായ ന്യൂനപക്ഷം എന്ന് ടോയിൻബി ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ. അപ്പോൾ ആ സർഗാത്മക ന്യൂനപക്ഷം എന്നതിന് പകരം നമ്മളിവിടെ എന്താണ്, നമ്മൾ അവതാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവതാരങ്ങൾക്ക് സമാനമായിട്ടുള്ള വീരപുരുഷന്മാർ ആവിർഭവിച്ചിട്ടുണ്ട്. അവർ ജനങ്ങൾക്ക് മാർഗദർശനം കൊടുക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ജനങ്ങളെ തങ്ങളുടെ മൗലികമായ ജീവിത ശൈലിയിലേക്ക്, മൂല്യബോധത്തിലേക്ക്, കർത്തവ്യബോധത്തിലേക്ക് വീണ്ടും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സമാജത്തിൻ്റെ നൈരന്തര്യത്തെ നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നമ്മൾ ചരിത്ര കാലഘട്ടത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ 1000 വർഷം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആക്രമണങ്ങളുണ്ട്, വൈദേശികമായ ആക്രമണങ്ങൾ, അധിനിവേശങ്ങൾ. അതിലേറ്റവും നമുക്ക് ആഘാതം സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കറിയാം, യൂറോപ്യൻ അധിനിവേശം തന്നെയാണ്. പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ഇംഗ്ലീഷുകാരുടെ 190 വർഷത്തെ ഭരണം ഉൾപ്പെടെയുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ സ്വത്വബോധത്തെ ഏറ്റവും അതിനെ സമ്പൂർണമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് തന്നെ 1784 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ അവർ വലിയ സാമ്പത്തികമായ സഹായത്തോടു കൂടി
ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ, ഏഷ്യയെക്കുറിച്ച് പഠിക്കാൻ ഏഷ്യാറ്റിക് സൊസൈറ്റി, അപ്പോൾ അവരുടെ പഠനങ്ങളെയാണ് നമ്മൾ ഇൻഡോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓറിയൻ്റൽ സ്റ്റഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെക്കുറിച്ച് അവർ ഗൗരവമായി പഠിച്ചത് അത് സത്യാന്വേഷണമല്ല, മറിച്ച് അതിനെ എങ്ങനെ അവരുടെ കൊളോണിയൽ ഭരണത്തെ നിലനിർത്തുവാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം. അപ്പം അവർ മനസ്സിലാക്കി ഇത് നിസ്സാരമായ, അവരുടെ ഇടയിലുള്ള ഒരുപാട് സ്കോളേഴ്സ് അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്, ഇത് അതിമഹത്തായ ഒരു സംസ്കാരമാണ്. അപ്പോൾ ഈ സംസ്കാരത്തിലുള്ള ജനത അവരുടെ യഥാർത്ഥമായ ശക്തി തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവരുടെ മേൽ അധീശത്വം നിലനിർത്താൻ സാധ്യമല്ല. അപ്പോൾ അവരെ ഒരൊറ്റ സമാജമാണ്, ഒറ്റ രാഷ്ട്രമാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് അവരെ നമുക്ക് അടർത്തി മാറ്റണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വൈവിധ്യങ്ങളെയെല്ലാം വൈരുദ്ധ്യങ്ങളായിട്ട് അവരവതരിപ്പിച്ചു. അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടന്നു. അത്യഗാധമായ നമ്മുടെ ഭഗവത്ഗീതയും നമ്മുടെ വേദങ്ങളും നമ്മുടെ സ്മൃതികളും ഉപനിഷത്തുകളും എല്ലാം അവർ പഠന വിധേയമാക്കി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വെച്ച കൃതികൾ പലപ്പോഴും നമ്മുടെ ഈ ഏകതയെ, സാംസ്കാരിക സ്വത്വത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു പരിശ്രമങ്ങളാണ് അവർ നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് നമ്മൾ പറയാറുണ്ട്, വിഭജിക്ക് ഭരിക്കുക എന്നത്. അപ്പോൾ അങ്ങനെ ഈ പഠനങ്ങളെയൊക്കെ അതിനുള്ള ഒരു അത്യന്തം സൂക്ഷ്മമായ ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതേ സമീപനങ്ങൾ നമ്മുടെ അക്കാഡമിക രംഗത്തും ധൈഷണിക രംഗത്തും മാധ്യമ രംഗത്തുമൊക്കെ ഈ കൊളോണിയൽ അജണ്ടയുടെ ആധാരമായി നിൽക്കുന്ന കാഴ്ചപ്പാട് തന്നെ അതേപടി പിന്തുടരുന്നു എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, സ്വാതന്ത്ര്യാനന്തരവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ സമയോചിതമായ ഒരു ഇടപെടലാണ് എന്ന് പറയാൻ കാരണം അതാണ്. പക്ഷേ ഇത് ഏകപക്ഷീയമായിട്ട് ഇതിങ്ങനെ നടന്നു പോരുകയല്ല എന്ന് നമുക്കറിയാം. ഇപ്പം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം മുതൽ തന്നെ നമുക്ക് ഇവിടെ ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണർന്നു വന്നിട്ടുണ്ട്. രാജാ റാം മോഹൻ റോയ്, ജസ്റ്റിസ് ഗോവിന്ദ റാനഡെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അവർ സ്ഥാപിച്ച ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ, രാമകൃഷ്ണ മിഷൻ, ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനം, അതുപോലെ ഈ നവോത്ഥാനമായി നമ്മുടെ സ്വത്വത്തെ കണ്ടെത്തുവാനും നമ്മുടെ സമാജത്തെ പരിഷ്കരിക്കുവാനും ഉള്ള പരിശ്രമങ്ങൾ സമാന്തരമായി നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദം മുതൽ ഏതാണ്ട് 1900 വരെ അത്തരത്തിലുള്ള സമാന്തരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 1857 നടന്നിട്ടുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ആ സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തി പിറ്റേ വർഷം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടൻ നേരിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗൺ ഭാരതത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവർ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരികയുണ്ടായി. ആ മക്കോളയുടെ കാലം മുതൽ ഭാരതത്തിൽ വരുന്ന ഒരു 20 വർഷം അപ്പുറത്ത് ആരംഭിച്ച ആ വിദ്യാഭ്യാസ പദ്ധതികൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ കൊണ്ടുവന്നു. 1858 മുതലാണ് നമ്മുടെ സർവകലാശാലകൾ ഉണ്ടാവുന്നത്. ആദ്യത്തെ സർവകലാശാലകൾ
ഈ പാശ്ചാത്യ മാതൃകയിലുള്ള സർവകലാശാലകൾ ഉണ്ടാവുന്നത് 58 മുതലാണ്, 58-59 കാലം മുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഈ സമരത്തിൻ്റെ ആ ആന്തരികമായ ഊർജത്തെ അടിച്ചമർത്താനും അതിന് ഒരു പുതിയ വഴി, ആ വികാരങ്ങളെ ഭരണകൂടവും പ്രത്യേകിച്ച് സമൂഹത്തിലെ അന്നത്തെ മധ്യവർഗവും തമ്മിലുള്ള സംവാദങ്ങളിലൂടെ അതിനൊരു സേഫ്റ്റി വാൽവ് നൽകാനായിട്ടാണ് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊളോണിയൽ ഗൂഢാലോചനയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം വന്നതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ദോഷമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു കൊളോണിയൽ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു സമ്പൂർണമായ ദേശീയ പ്രസ്ഥാനം അത് ഏറ്റവും ശക്തമായി ഉയർന്നു വന്നത് 1905-16 കാലത്താണ്. അതായത് നമ്മൾ പൊതുവിലെ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം, അല്ലെങ്കിൽ സ്വദേശി പ്രക്ഷോഭം, അല്ലെങ്കിൽ തിലകയുഗം എന്നൊക്കെ പൊതുവായിട്ട് നമ്മൾ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സ്വത്വത്തെ പുനരാവിഷ്കരിക്കുവാനുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ മുഖ്യ നേതൃത്വം വഹിച്ചിരുന്ന ആളുകൾ നമുക്കറിയാം. ഒന്ന് സാക്ഷാൽ തിലകൻ തന്നെയാണ്. അദ്ദേഹമാണല്ലോ സ്വാതന്ത്ര്യം, ഈ സ്വരാജ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ആദ്യമായി പറഞ്ഞത്. അന്ന് ആർക്കും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനുള്ള ധൈര്യമില്ലാത്ത കാലത്ത്, സ്വാതന്ത്ര്യം ഒരു വിദൂര സ്വപ്നം പോലും അല്ലാത്ത കാലത്ത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച് തിലകനാണ്. ആ തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവാണ് എന്ന് മറ്റൊരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറഞ്ഞത്. ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവാണ് തിലകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് നിരവധി വർഷം ഈ മണ്ടാലെ ജയിലിൽ വസിക്കേണ്ടി വന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു കൃതി എഴുതി, ഗീതാരഹസ്യം. ഇത്തരത്തിലുള്ള നിരവധി പഠനങ്ങളിലൂടെയാണ് നമ്മുടെ സ്വത്വത്തെ ആവിഷ്കരിക്കുവാനുള്ള പരിശ്രമം നടന്നത്. ഇപ്പോൾ അരബിന്ദോ പറഞ്ഞു, യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പിന്നീട് ഒരു സ്വാതന്ത്ര്യ സമരമായി പ്രക്ഷോഭത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമര ഉപകരണമാക്കി പരിവർത്തിപ്പിച്ചതിൽ ഏറ്റവും വലിയ ധൈഷണികമായിട്ടുള്ള ഇടപെടൽ, സംഘടനാപരമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് അരബിന്ദോ ആണ്. യഥാർത്ഥത്തിൽ മഹർഷി അരബിന്ദനാണ്. അത് അദ്ദേഹത്തിൻ്റെ കാലം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായ പൊതുരംഗത്തെ പ്രവേശനം 1905-10 കാലത്താണ്. 10 അദ്ദേഹം തപസ് അനുഷ്ഠിക്കാനായിട്ട് പോവുകയുണ്ടായി. നമുക്കറിയാം തിലകൻ, അരബിന്ദോ, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ സിസ്റ്റർ നിവേദിത, ഇങ്ങനെയുള്ള ഉജ്ജ്വലരായിട്ടുള്ള പ്രതിഭാശാലികൾ ഇവരുടെ പ്രചോദനത്തിൽ നിന്ന് ബംഗാളിലും മറ്റും ഉയർന്നിട്ടുള്ള കലാരംഗത്ത്, സാഹിത്യരംഗത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ശാസ്ത്ര പാരമ്പര്യങ്ങളെ അന്വേഷിക്കാനുള്ള പരിശ്രമങ്ങൾ, ഇതെല്ലാം നടന്ന് അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം. യഥാർത്ഥത്തിൽ ഈ ലെഗസി ഈ 1905-16 കാലത്ത് നടന്നിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തോടുകൂടി ഇവിടെ പരാമർശിക്കപ്പെട്ട സ്വദേശി, സ്വരാജ്, ദേശീയ വിദ്യാഭ്യാസം എന്നുള്ള ആശയം സ്വാമി വിവേകാനന്ദൻ്റെ കാലം മുതൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസങ്ങളുടെ അതിൻ്റെ കൺട്രോൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളടക്കവും ബോധന രീതിയുമൊക്കെ ഭാരതീയമാകണം, ഭാരതീയരുടെ കയ്യിൽ വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴും ഈ നിമിഷത്തിലും നമുക്ക് ആ നിലയ്ക്കുള്ള ഒരു ലക്ഷ്യത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി.
അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്വത്വബോധം എന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്കായാലും ഒരു രാഷ്ട്രത്തിനായാലും അതിൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രതിഭയ്ക്ക് അനുഗുണമായി സ്വയം ആവിഷ്കരിക്കാൻ, സ്വയം പുരോഗമിക്കാൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ആവശ്യമാണ്. നമ്മുടെ ആ സ്വത്വത്തെ ആവിഷ്കരിക്കാൻ, നമ്മുടെ ദേശീയ പ്രതിഭയെ ആവിഷ്കരിക്കാൻ, നമ്മുടെ കാലിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഈ സ്വത്വത്തെ ആവിഷ്കരിക്കാനാണ് സ്വാതന്ത്ര്യം. കാരണം നമുക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം വേണം. തീരുമാനമെടുക്കാനുള്ള അവകാശം നമ്മളുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം എന്തിനാണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം സ്വത്വത്തെ, തൻ്റെ ആത്മാവിനെ, ഇപ്പം സ്വാമി വിവേകാനന്ദനും മഹർഷി അരവിന്ദനും ബിപിൻ ചന്ദ്രയാലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ദ സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ്. ഇപ്പം നമുക്ക് ആത്മാവുണ്ട്, അതാണല്ലോ നമ്മളുടെ ഭാരതത്തിൻ്റെ സവിശേഷത. എന്താണ്? ലോകത്തിലെ ഇതര രാജ്യങ്ങളിൽ നിന്ന് നമ്മളുടെ ജീവിതം, ഭാരതീയ ജീവിത രീതി എന്നത് അത് ആത്മാന്വേഷണത്തിൽ അധിഷ്ഠിതമാണ്, ആത്മവിദ്യയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയാണ് നമ്മളുടേത്. നമുക്കൊരു പരമമായ ലക്ഷ്യമുണ്ട്, അത് ആത്മസാക്ഷാത്കാരമാണ്. ഈ ആത്മസാക്ഷാത്കാരം വ്യക്തിക്കും സമൂഹത്തിനും ആത്മസാക്ഷാത്കാരം എന്നുള്ള ഒരു മഹനീയ ലക്ഷ്യത്തെ മുന്നിൽ വച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിത രചന മുഴുവനുള്ളത്. ഇപ്പോൾ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന മഹർഷി അരവിന്ദൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം റിലിജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി, ഇന്ത്യൻ ആർട്സ്, ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ പോളിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ പ്രിഡോമിനൻ്റ്ലി സ്പിരിച്വാലിറ്റിയെ അടിത്തറ ആക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ രചനാ പദ്ധതിയാണ് ഭാരതം എക്കാലത്തും തുടർന്നിട്ടുള്ളത്. അപ്പോൾ ആ രചനാ പദ്ധതിയുടെ അടിസ്ഥാന സങ്കല്പം ധർമ്മസങ്കല്പമാണ്. ആ ധർമ്മസങ്കല്പം അല്ലെങ്കിൽ ആ മൂല്യബോധം, കർത്തവ്യബോധം സമൂഹത്തിന് നഷ്ടപ്പെടുമ്പോൾ ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു എന്താ പറയുന്നത്, അതിനെ നമ്മളിങ്ങനെ മന്ത്രരൂപേണ വച്ചിരിക്കുകയാണ്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, എപ്പോഴൊക്കെ ധർമ്മം ക്ഷയിക്കുന്നു ഞാൻ വരും എന്നത് ഭഗവാൻ പറഞ്ഞ ഒരു ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്താണ്? ഈ സംസ്കൃതിയിൽ, ഈ നാഗരികതയിൽ അങ്ങനെയുള്ള ഒരു ഊർജമുണ്ടത്. കാരണം എന്തുകൊണ്ട് ആ ഊർജം വരുന്നത്? ആ ഊർജം വരുന്നത് ഇത് ആത്മവിദ്യയിൽ അധിഷ്ഠിതമായൊരു സംസ്കൃതി ആയതുകൊണ്ടാണ്. ആത്മവിദ്യയെ നിരന്തരം ഉപാസിക്കുന്ന സിദ്ധ പരമ്പരകൾ, ഋഷി പരമ്പരകൾ എപ്പോഴും ഈ അധിനിവേശ കാലത്തുമൊക്കെ എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു ഋഷി മുന്നോട്ട് വരും, അല്ലെങ്കിൽ ഒരു സിദ്ധൻ മുന്നോട്ട് വരും. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പിന്നിൽ ആരുണ്ടായിരുന്നു? ഒരു വിദ്യാരണ്യസ്വാമി ഉണ്ടായിരുന്നു. ശിവാജിയുടെ പിന്നിൽ ആരുണ്ടായിരുന്നു? ഒരു രാമദാസ് സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലും നമ്മുടെ രാജനൈതിക ചരിത്രത്തിൽ, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലും ഇത്തരത്തിലുള്ള ഈ ആത്മവിദ്യയെ ഉപാസിച്ച് സാക്ഷാത്കരിച്ചിട്ടുള്ള ആളുകളുടെ ഇടപെടലുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഋഷിനാടാണ് എന്ന് പറയുന്നത്. ആ ഋഷിനാട്, ഋഷിയുടെ വീക്ഷണം ഒരിക്കലും സങ്കുചിതമാകാൻ പറ്റില്ല. കാരണം അവരെ എപ്പോഴും എന്താണ്? സമ്പൂർണ്ണ ലോകത്തിൻ്റെയും സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ക്ഷേമം എന്നുള്ള ഒരൊറ്റ ചിന്തയല്ലാതെ അവരുടെ മുമ്പിൽ ഒരു സങ്കുചിതത്വവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതി എല്ലാവരെയും ആശ്ലേഷിച്ചിട്ടുള്ള ഒരു സംസ്കൃതിയാണ് എന്ന് സ്വാമി വിവേകാനന്ദന് ചിക്കാഗോയിൽ പറയായിട്ടുള്ളത്.
അതാത് നാടുകളിൽ പീഡിപ്പിക്കപ്പെട്ട എല്ലാ ജനതയ്ക്കും അഭയം കൊടുത്തിട്ടുള്ള നാടാണ് എൻ്റെ നാട് എന്ന് അദ്ദേഹത്തിന് അഭിമാനമായിട്ട് പറയാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മളുടേതൊരു ഇൻക്ലൂസീവായിട്ടുള്ള സർവാശ്ലേഷിയായൊരു സംസ്കാരം ആയതുകൊണ്ടാണ്. പക്ഷേ സർവാശ്ലേഷിയായ സംസ്കാരത്തിൻ്റെ ബാഹ്യ വൈവിധ്യങ്ങളെ അതിനെ വൈരുദ്ധ്യങ്ങളാക്കി സമാജത്തെ ഡിവൈഡ് ചെയ്യുകയല്ല, മറിച്ച് നമ്മൾ ആ വൈവിധ്യത്തിനും അപ്പുറത്തുള്ള ഏകതയെ, ഏകസത്യത്തെ, ഏക ചൈതന്യത്തെ, അല്ലെങ്കിൽ ആത്മ ചൈതന്യത്തെ, പരമാത്മ ചൈതന്യത്തെ അന്വേഷിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ഉപാധിയാക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഭാരതത്തിൻ്റേത്. അപ്പോൾ ആ പദ്ധതിക്ക് ആധാരമായി നിൽക്കുന്ന നമ്മുടെ പ്രയോഗശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മസങ്കല്പം. ഭാരതത്തിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ കീ ആയിട്ടുള്ള സങ്കല്പമാണ് ധർമ്മം. നമ്മുടെ ഇതിഹാസങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ ആദർശ പുരുഷന്മാർ, അവതാര പുരുഷന്മാർ എല്ലാവരും അവരുടെ മുഖ്യമായ കർത്തവ്യമായി അവരുടെ കാലത്ത്, അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ യുഗത്തിൽ അവർ ആ കാലത്തിനനുഗുണമായിട്ടുള്ള ധർമ്മത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പ്രതിനിധികളായാണ് എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ഈ യഥാർത്ഥമായ നമ്മുടെ സംസ്കൃതിയുടെ സവിശേഷതകളിലേക്ക് നമ്മുടെ തലമുറകൾക്ക് സ്വാതന്ത്ര്യാനന്തരം 75 വർഷം പിന്നിട്ടിട്ടും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമ്മുടെ സർവകലാശാലയിലെ പഠിക്കൽ പോലും കയറ്റില്ല. അതാണ് നമ്മൾ പിന്തുടരുന്നു പോരുന്ന ഈ നെഹ്റുവിയൻ സെക്യുലറിസത്തിൻ്റെ, ലിബറൽ സെക്യുലറിസം എന്ന് പറയുന്ന ഈ പാശ്ചാത്യമായ കാഴ്ചപ്പാട് നമ്മുടെ മേൽ ഒരു കൂച്ചുവിലങ്കായിട്ട് നമ്മളുടെ എന്താ പറയുന്നത് കെട്ടിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തൂത്തറിയണമെങ്കിൽ ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി, പക്ഷെ മാനസികമായ ധൈഷണികമായ അടിമത്വം നമ്മളിപ്പോഴും പേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നന്ദേട്ടൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ കൃതിയുടെ പ്രസക്തി എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് യാതൊരു സംശയമില്ലാത്ത തരത്തിൽ ഈ കപടമായ ഈ ലിബറൽ സെക്യുലറിസം എന്ന് പറയുന്ന നെഹ്റുവിയൻ സെക്യുലറിസത്തിൻ്റെ മണ്ടയ്ക്ക് എന്തു വന്നു, നല്ല ആഘാതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വർത്തമാനകാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ ഒരു പ്രവാഹം ഭാരതത്തെ ഇനിയും ആർക്കും തടഞ്ഞു നിർത്താനൊന്നും സാധ്യമല്ല. ഇപ്പോൾ നമ്മുടെ പൂജനീയ സർസംഘാലക് സുദർശൻജി പറയുമായിരുന്നു, നമ്മൾ ഒരു പുതിയ യുഗപരിവർത്തനമാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ 2013 ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരത്തിന് ശേഷം 125 വർഷം പൂർത്തിയാകുന്നു. ഒരു യുഗങ്ങളിൽ തന്നെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ അവരേത് ധർമ്മത്തെയാണ് സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണെ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു രാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള സ്ഥാപകായ ധർമ്മസ്യ. അപ്പോൾ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനമാണോ എന്താ അദ്ദേഹത്തിൻ്റെ? പിന്നെന്താണ് അടുത്ത പറയുന്നത്? സർവധർമ്മസ്വരൂപിണെ, എല്ലാത്തരം ഉപധർമ്മങ്ങളെയും അല്ലെങ്കിൽ എല്ലാത്തരം ഉപാധികളെയും ആരാധനകളെയും എല്ലാം ഒരേ സത്യത്തിൻ്റെ വഴികളാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. അതാണ് ഈ ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞങ്ങളുടെ വഴി മാത്രം സത്യമെന്ന് ചിലർ ആണയിട്ട് പറയുമ്പോൾ എല്ലാ വഴികളും സത്യമാണ്, എല്ലാം ഒരേ സത്യത്തെയാണ് വഴിക്കുന്നത്. സത്യം ഏകമായിരിക്കെ തന്നെ നിരവധി
മാർഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ്റെ മനഃശാസ്ത്രം വ്യത്യസ്തമാണ് എന്ന് ലോകത്തെ സ്വന്തം ഉപാസനയിലൂടെ സ്ഥാപിച്ചു അദ്ദേഹം. അതാണ് സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ. ആ രാമകൃഷ്ണൻ്റെ അവതാരത്തിന് 125 വർഷം കഴിഞ്ഞ ഈ 2013 ഒരു യുഗപരിവർത്തനത്തിൻ്റെ ദിശയാണ് എന്ന് സുദർശൻജി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. 2013 പിന്നിട്ടപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാം. കാരണം ഇനി ലോകം മുന്നോട്ട് പോകുന്നത് ഈ കിഴക്കിൻ്റെ സന്ദേശമാണ്, ഭാരതത്തിൻ്റെ സന്ദേശമാണ്, ഏഷ്യയുടെ സന്ദേശമാണ്. ഏഷ്യയുടെ ധാർമ്മികമായ മൂല്യങ്ങൾ ലോകത്തെ കീഴടക്കാൻ പോകുന്നു. അത് പൊളിറ്റിക്കലല്ല. അതിനെയെല്ലാം നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമ്മുടെ ഭാരതത്തിലെ പോയ നൂറ്റാണ്ടുകളുടെ വിഴുപ്പുഭാണ്ഡം പേറി നമ്മൾ കലഹിക്കുന്ന ഒരു രാഷ്ട്രീയമല്ലാതെ അതിനപ്പുറത്തുള്ള നാഗരികതയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരു പുതുയുഗം ഭാരതത്തിനും ഏഷ്യയ്ക്കും ഏഷ്യയുടെ ധാർമ്മിക സങ്കല്പങ്ങൾക്കും മേൽക്കൈ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ നേതൃത്വം ഭാരതത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ സൂചനകളാണ് നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക്, പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് നമ്മളുടെ ഈ സ്വത്വത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം അതെത്രയും വേഗം അത് സാധ്യമാക്കുവാൻ ഇത്തരത്തിലുള്ള കൃതികൾ വളരെയേറെ സഹായം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ആഴത്തിൽ പഠിക്കുവാൻ സമയം കണ്ടെത്തിയ നന്ദേട്ടനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്.